ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CC പ്ലാന്റ്, ZZ പ്ലാന്റ് എന്നൊക്കെ പല പേരുകൾ അറിയപ്പെടുന്ന മിനിയേച്ചർ വെറൈറ്റീസിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറിലുള്ള ZZ പ്ലാന്റും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കാം ZZ പ്ലാന്റ് നമുക്ക് ഇല കട്ട് ചെയ്ത് വെച്ചാൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. കൂടെ മറ്റ് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 1 മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ഗ്രീനാണ് കേട്ടോ, ഈ കളറ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് നമ്മളിതുപോലെ ഇല കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു പോട്ടിനകത്ത് ഇതുപോലെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മാസത്തിന് ശേഷം ജസ്റ്റ് അതൊന്നങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ബൾബ് ഫോം ചെയ്യുകയും പുതിയ ചെടി അതിൽ നിന്നും ഉണ്ടായി വരികയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ZZൻ്റെ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയാലോ. സാമിയോക്കുലസ് സാമിഫോളിയ എന്നാണ് കേട്ടോ ഈ ZZൻ്റെ ഫുൾ നെയിം വരുന്നത്. നമ്മൾ ഇത്രയും വലിയ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രണ്ടിൻ്റെയും ഫസ്റ്റ് വരുന്ന ലെറ്ററുകൾ ZZ നമ്മൾ വിളിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെയാണ് ഈ ചെടിക്ക് ZZ എന്ന് വന്നത്. അതല്ലാതെ CC പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ZZ സസ്യങ്ങൾക്ക് ഇൻഡോറിൽ വായുവിൻ്റെ ഗുണനിലവാരം ഗണ്യമായിട്ട് മെച്ചപ്പെടുത്താനായിട്ടുള്ള കഴിവുണ്ട്. വായുവിലെ ദോഷകരമായ മലിനീകരണം, പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആഗിരണം ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ കാര്യമായ ഒരു ശ്രദ്ധ ഈ ചെടിക്ക് കൊടുക്കേണ്ടതില്ല കേട്ടോ. 4 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഈ ചെടി നനച്ചാൽ മതി. ഇതിനകത്ത് ഒരുപാട് വെള്ളം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ബൾബ് അഴുകിപ്പോവുകയും ചെടി നാശമായി പോവുകയും ചെയ്യും. ഇതാണിപ്പോൾ നമ്മുടെ 1 മാസത്തിന് ശേഷമുള്ളൊരു വീഡിയോ. അപ്പോൾ ഇത് ചെടി അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പറിച്ചെടുത്തിട്ട് മറ്റു കുഞ്ഞു കുഞ്ഞു കപ്പുകളിലേക്ക് നടാം. ഉയർന്നതും താഴ്ന്നതുമായ വെളിച്ചത്തിൽ വളരാൻ കഴിവുള്ള ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ വീടിൻ്റെ അകത്തും പുറത്തും വെച്ച് വളർത്തിയെടുക്കാം. മാത്രമല്ല ഇത് ഒരുപാട് പൊക്കത്തിൽ പോകുന്ന ഒരു ചെടിയുമല്ല കേട്ടോ. അതുപോലെ ഫെങ്ഷുയി പ്രകാരം ZZ പ്ലാന്റ് വീടിനുള്ളിൽ വളർത്തുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുമെന്ന് പറയുന്നുണ്ട്. നമ്മളിതേ നട്ടുവെച്ചിരിക്കുന്ന ചെടി പറിച്ച് നോക്കിയപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ബൾബും വേരൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കപ്പിനകത്തേക്ക് ജസ്റ്റ് കൊക്കോപീറ്റ് മാത്രം ഇട്ടിരിക്കുന്നൊരു കപ്പാണ്, അതിനകത്തേക്ക് ഒന്ന് മാറ്റി നടാം കേട്ടോ. ഇൻഡോർ സസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ സ്ഥലത്ത് മനോഹരമായിട്ട് തോന്നുന്ന എന്തെങ്കിലും വേണം. എല്ലാ ZZ പ്ലാന്റ് അതിൻ്റെ ഗുണങ്ങൾക്കൊപ്പം അതിൻ്റെ രൂപം അതിനെ ഒരു പ്രിയപ്പെട്ട ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് മാറ്റുന്നു. സ്ഥലത്തെ പരിവർത്തനം ചെയ്യാനും ചുറ്റുപാടുകളെ പ്രകാശപൂരിതമാക്കാനും ഒക്കെ ഈ ചെടിക്ക് കഴിവുണ്ട്. ഉയരം, വലിപ്പം, നിറം, വളരുന്ന ആവശ്യകതകൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ZZ പ്ലാന്റ് വിവിധ തരത്തിൽ വരുന്നുണ്ട് കേട്ടോ. ZZ റേവൻ, സെൻസി. ഈ സെൻസി എന്ന് പറയുന്നത് കുള്ളനാണ് കേട്ടോ. അതായത് നമ്മുടെ മിനിയേച്ചറൊക്കെ വെറൈറ്റി ആയിട്ട് സാമിയോക്കുലസ് സാമിഫോളിയ, ലക്കി ക്ലാസിക് പ്ലാന്റ്, ഡാർക്ക് സാമിക്രോ ആൻഡ് സാമിക്രോ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ ഇത് വരുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ മണ്ണ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം നമ്മളിതിനകത്തേക്ക് വെള്ളം കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം തൂങ്ങി നിന്ന് നാശമായി പോവുകയും മഞ്ഞ നിറം വന്നിട്ട് ചെടി നാശമായി പോവുകയൊക്കെ ചെയ്യും കേട്ടോ. മിക്ക ചെടികളിലും പ്രത്യേകിച്ച് ZZ ചെടികളിൽ ഇലകളും മഞ്ഞയോ അതുപോലെ തവിട്ട് നിറമോ ഒരു സാധാരണ പ്രശ്നമാണ്. ഇലകൾ മഞ്ഞ നിറമാകുന്നതിന് പിന്നിലെ കാരണം അമിതമായിട്ട് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2-3 ആഴ്ച കൂടുമ്പോൾ മാത്രം ഈ ചെടിക്ക് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം നമ്മൾ ഇതേപോലെ ഇല കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ 80 രൂപയായിട്ട് നമ്മൾ ഈ ചെടികൾ ആവശ്യമുള്ളവർക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ടോളൂ. ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.